ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഉപ്പും മുളകും ഫാൻസ്, അതായത് ഉപ്പും മുളകിന് ഒരു പ്രത്യേക ഫാൻസ് വിഭാഗം തന്നെയുള്ള ഒരു സീരിയൽ കാറ്റഗറിയാണ്. ഇപ്പോൾ അത് ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല, തീർന്നെന്നൊക്കെ പറയുന്നത് കേട്ട്. ഇനിമേ ഉപ്പും മുളകുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിലെ പ്രധാന താരങ്ങളായിരുന്ന ഈ പറഞ്ഞ ബിജു സോപാനോ അതുപോലെ തന്നെ ശ്രീകുമാറിനെ എനിക്ക് നേരിട്ട് പരിചയമുള്ള ഒരാൾ കൂടിയാണ്. അപ്പൊ ഇവർ രണ്ടുപേരും ആരോപണ വിധേയരായി ഒരു കേസ് വന്നിരിക്കുന്നു. വാർത്ത നമുക്കൊന്ന് കാണാം. വാർത്തകളിലേക്ക്. നടന്മാരായ ബിജു സോപാനത്തിനും SP ശ്രീകുമാറിനുമെതിരെ ലൈംഗികാതിക്രമ കേസ്. പ്രമുഖ നടിയുടെ പരാതിയിലാണ് കേസെടുത്തത്. കൊച്ചിയിലെ സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗികാതിക്രമം നടന്നുവെന്നാണ് പരാതി. എറണാകുളം ഇൻഫോ പാർക്ക് പോലീസാണ് കേസെടുത്തത്. SS ശരൺ വിവരങ്ങൾ നൽകും. ശരൺ, പരാതിയിൽ എന്തൊക്കെയാണ് ഇരുവർക്കുമെതിരെ ഉന്നയിക്കുന്നത്? CBI പരാതിയിൽ പ്രധാനമായും ഉന്നയിക്കുന്നത് കഴിഞ്ഞ കുറെ കാലമായിട്ട് കൊച്ചിയിൽ ഒരു സീരിയൽ ഷൂട്ടിംഗ് നടന്നു വരികയാണ്. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ഈ രണ്ട് നടന്മാരും തനിക്ക് നേരെ ലൈംഗിക അതിക്രമം കാട്ടിയെന്നുള്ളായിരുന്നു. അതിന് മോശമായി പെരുമാറുകയും ഒപ്പം ഉപദ്രവിക്കുകയും ചെയ്തു എന്നുള്ളായിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടന്മാരായ ബിജു സോപാനത്തിനും SP ശ്രീകുമാറിനുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ പരാതി തുടക്കത്തിൽ ലഭിച്ചത് പ്രത്യേക അന്വേഷണ സംഘത്തിനാണ്. നമുക്കറിയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയുള്ള ലൈംഗിക ആരോപണങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നതിന് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് സർക്കാർ രൂപം നൽകിയിരുന്നതാണ്. അങ്ങനെ പ്രത്യേക അന്വേഷണ സംഘം വിവിധ കേസുകൾ കൈകാര്യം ചെയ്തു വരിക. ഇതിനിടയിലാണ് ഈ പരാതി ലഭിക്കുന്നത്. അങ്ങനെ അണ്ണന്മാർ രണ്ടുപേരും മേളിലോട്ട് കയറിയിരിക്കുകയാണ്. ഏതാണ്ട് ഒരു 90% വിശ്വസിക്കാം. കാരണം സീരിയൽ മേഖലയെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സീരിയൽ മേഖലയിലാണ് സിനിമാ മേഖലയേക്കാൾ കൂടുതൽ ഈ പറഞ്ഞ അപരാധങ്ങൾ നടക്കുന്നത്. അവരുടെ ഒരു പ്രധാന ഇന്റൻഷൻ തന്നെ ഈ പെണ്ണുകൂടി തന്നെയാണ്. പെണ്ണ് പിടിക്കാൻ വേണ്ടിയാണ് സീരിയൽ എടുക്കുന്നത്. അത് കഴിഞ്ഞേ ഉള്ളൂ മറ്റുള്ള ഈ സീരിയലും കഥയും അതിന്റെ ഒരു കലാസൃഷ്ടി അതിലില്ല, നമുക്കറിയാം. പെണ്ണ് പിടിക്കാന്നുള്ളതാണ് മെയിൻ ഇന്റൻഷൻ. ഇവിടെ പ്രധാന നടി എന്നാണ് പറയുന്നത്, അതായത് പ്രമുഖ നടി. സാധാരണ അതിലുള്ള ഈ ചെറിയ ചെറിയ റോളുകളൊക്കെ ചെയ്യുന്ന അത്തരം ആൾക്കാരെ ഒന്നും പ്രമുഖ നടി എന്ന് പറയത്തില്ല. ഈ സീരിയലാണെന്ന് എനിക്കറിയത്തില്ല. എനിവേ, ഇവർ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന 1-2 സീരിയലേ ഉള്ളെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ സീരിയലുകളിൽ ഈ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന പ്രമുഖ നടി എന്ന് പറയുമ്പോൾ 2 നടികളാണ് സ്വാഭാവികമായും സംശയം നിഴലിലായിരിക്കുന്നത്. ആ 2 നടികൾ, ഒന്ന് നീലുവാണ്, മറ്റൊന്ന് ഈ പറഞ്ഞ എന്താ കീട്ടിയോ അങ്ങനെ ഒരു നടി ഉണ്ടല്ലോ. ഇവർ രണ്ടുമാണ്. അല്ലാതെ ഒരു സീരിയലിലൂടെ ഇവരുണ്ടെന്ന് തോന്നുന്നു. അതിലും ഒരു നടി സംശയ നിഴലിലുണ്ട്. ഇവരിൽ ആരെങ്കിലും ഒരാളായിരിക്കാം ഒരുപക്ഷെ പരാതി കൊടുത്തിരിക്കുന്നത്. എനിവേ, ഉപ്പുമുളകിന്റെ ബാലുചേട്ടന്റെയും നീലുവിന്റെ ഒക്കെ ആരാധകരെ അതീവ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. കമന്റുകൾ, പ്രധാനപ്പെട്ട കമന്റുകളിൽ ഒരു കമന്റ്, അതായത് ബാലുചേട്ടൻ ഇത്രയും ചീപ്പാണോ? 3 പെൺമക്കളും ഭാര്യയും നീലും എങ്ങനെ ഇനി മറ്റുള്ളവരെ പേസ് ചെയ്യും? ഇതൊക്കെ ഏത് ലോകത്തിരിക്കുന്ന ആൾക്കാരാണെന്നുള്ള ആർക്കറിയാം സത്യമാണോ എന്ന്. മണ്ടോദരിയുടെ കെട്ടിയോൻ, ആക്ച്വലി മണ്ടോദരിയെ കെട്ടുന്നതിന് മുമ്പിട്ട് ഇവർ ലിവിംഗ് ടുഗദർ ആയിരുന്നു. നമ്മൾ ഈ ഹോട്ടൽ ഫീൽഡ് ആയിരുന്ന സമയത്ത് ഇവര് പല ഹോട്ടലുകളിലും ഇങ്ങനെ പോയി താമസിക്കുമായിരുന്നു, ഈ മണ്ടോദരി ശ്രീകുമാറും. അങ്ങനെ ഏറ്റവും ഒടുവിലാണ് കല്യാണം കഴിച്ചത്. അന്ന് പലരും ഇങ്ങനെ പറയുമായിരുന്നു ഇവരിങ്ങനെ ഹോട്ടലുകളിൽ കറങ്ങുന്നുണ്ട്. ചിലപ്പോൾ ഒരു പക്ഷേ കല്യാണത്തിന് ശേഷവും ഈ പറയപ്പെടുന്ന നടികളെയൊക്കെ ഹോട്ടലിൽ കൊണ്ടുപോയാൽ കൊള്ളാമെന്നൊരു പക്ഷേ ശ്രീകുമാറിന് ആഗ്രഹം തോന്നിക്കാണും. അങ്ങനെയുള്ള ശ്രമത്തിനിടയിലായിരിക്കാം ഈ ഒരു ആരോപണം ഉണ്ടായത്. കഴിഞ്ഞ വീക്കിലെ ഒരു സീനിൽ നല്ലപോലെ കണ്ണു കലങ്ങിയിരുന്നപ്പോൾ തന്നെ തോന്നി സംഭവിക്കാൻ പാടില്ലാത്തത് എന്തോ സംഭവിച്ചു എന്ന്. അത് തന്നെ ആവല്ലേ ഭഗവാനെ, പൊട്ടിക്കറിയുവാണ്. മറ്റു ചില ആളുകളുടെ കമന്റ് ഭവാനി അമ്മയുടെ ശാപം എന്നാണ്. ഇതിലുണ്ടായിരുന്ന അമ്മയായിട്ട് അഭിനയിച്ച ഭവാനി അമ്മ എന്തോ പുറത്താക്കി എന്തോ ചെയ്തു. ഇനി മുടിയനെ എങ്ങാണ്ട് പുറത്താക്കി. ഇപ്പൊ ഇവരുടെയൊക്കെ ശാപമായിരിക്കാം ഈ ബാലുവിന്റെ തലയിൽ വന്നതെന്നാണ് പറയുന്നത്. അതൊന്നുമല്ല, ബാലുവിന്റെ കയ്യിലിരിപ്പ് തന്നെയാണ്. ഇത് അങ്ങനെയാണ്. ബാലു എന്നോ നീലു എന്നോ മണ്ടോദരി എന്നോ ഈ പറഞ്ഞ കണക്ക് ഒന്നുമില്ല ഈ പരിപാടിക്ക്. ഇത് നമ്മൾ നല്ല ആൾക്കാരാണെന്ന് കരുതിയിരിക്കുന്ന ആൾക്കാരൊക്കെ അവിടെ മറ്റൊരു ഫേസാണിത്. കാരണം അവർ നല്ല ഡിസിപ്ലിനായിട്ട് നല്ല രീതിയിൽ കുടുംബമൊക്കെ പോറ്റി നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്നവരായിരിക്കാം. പെട്ടെന്നൊരു സുപ്രഭാതം ഈ പറഞ്ഞ കണക്ക് സെലിബ്രിറ്റി ആവുന്നു, സെലിബ്രിറ്റി പരിവേഷം ഉണ്ടാവുന്നു, സാമ്പത്തികം ഉണ്ടാവുന്നു. അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ മദ്യവും മദിരാശിയും സ്വല്പം തങ്ങൾക്കും ആയിക്കൂടെ എന്ന് സ്വാഭാവികമായിട്ട് തോന്നിയേക്കാം. അതിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവരും ഈ ഒരു ടെൻഡൻസിയിലോട്ട് പോകുന്നത്. എനിവേ, അത് തന്നെയായിരിക്കും എവിടെ സംഭവിച്ചത്. ഉപ്പുമുളകിന്റെ ആരാധകർ വലിയ ദുഃഖത്തിലാണ്. ഏറ്റവും അധികം ആരാധകരുള്ള ഒരു ജനസിൽപ്പെട്ട ഒരു സീരിയലും അതുപോലെ തന്നെ താരങ്ങളുമാണ് ഈ ബാലുവും നീലും ഈ പറഞ്ഞ മണ്ടോദരി ശ്രീകുമാറും ഒക്കെ. ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവരുടെ ഒരു ഫാൻ ബേസിനെ തന്നെ തകർക്കുന്ന രീതിയിലുള്ള പരിപാടികളാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. എനിവേ, വാർത്ത കേൾക്കുന്ന ഈ ഉപ്പുമുളകിന്റെ ഫാൻസിനൊക്കെ വലിയ ഞെട്ടൽ ഉളവാക്കുമെങ്കിലും സീരിയൽ മേഖലയെക്കുറിച്ച്, സിനിമാ മേഖലയെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ളവർക്ക് ഇത് വലിയ ഞെട്ടലൊന്നും ഉളവാകത്തില്ല. അതുപോലെ തന്നെ ഈ ആരോപണ വിധേയയായ നടി, ഈ നടിയും അത്ര കണ്ട്, ഞാൻ ഉദ്ദേശിക്കുന്ന നടിയാണെങ്കിൽ അത്ര കണ്ട് പന്തിയുള്ള നടിയൊന്നും അല്ല. ഇതിനു മുമ്പും ഇത്തരം ആരോപണങ്ങളൊക്കെ പലരെ കുറിച്ച് ഈ നടി ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ കണക്ക് പൈസയ്ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങൾക്കും നിന്നു കൊടുത്തതിന് ശേഷം അവസാനം ഈ പറഞ്ഞ കണക്ക് ആരോപണം ഉന്നയിക്കുന്നത് ശരിയല്ല. ഈ പറഞ്ഞ പ്രായപൂർത്തിയായ നടികൾ എല്ലാ കാര്യങ്ങൾക്കും ഒക്കെ സപ്പോർട്ട് ചെയ്ത് അവരുടെ കൂടെ പോയതിനു ശേഷം പിന്നീട് അവരെ നശിപ്പിക്കാനും അവരുടെ കുടുംബത്തെ നശിപ്പിക്കാനും ശ്രമിക്കുന്നത് അതും തെറ്റ് തന്നെയാണ്. പിന്നെ ഇതിനൊക്കെ പോകുന്ന ഈ അവര് കാണിക്കുന്നതും തെറ്റ് തന്നെയാണ്. കുടുംബം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നവന് ഒരിക്കലും ഈ രീതിയിൽ പോകത്തില്ല എന്നുള്ളതാണ് വാസ്തവം. എനിവേ, ഈ വിഷയത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ആദ്യമായി കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.